അത്യാവശ്യം വേണ്ട ടൂൾസുകളും കാര്യങ്ങളൊക്കെ ഈ രണ്ട് സൈഡിൽ ഊരാനൊക്കെ ആയിട്ട് ഇതിപ്പോ നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ പുതിയ വണ്ടികളുടെയൊക്കെ വരുന്ന ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ഇവിടുത്തെ ബോൾട്ട് കിടന്ന് കറങ്ങാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. 250 റേറ്റ് വരുന്നുള്ളൂ. കണ്ടില്ലേ, ഇനി റിട്ടേൺ മോഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അഴിക്കാനൊക്കെ ആയിട്ട്. ഹലോ ഗൈസ്, മോട്ടോർ സയൻസിന്റെ മറ്റൊരു കിടിലൻ വീഡിയോക്ക് എല്ലാവരും സ്വാഗതം. അപ്പൊ നമുക്ക് ഇന്ന് വീട്ടിലേക്ക് വണ്ടി വെച്ച് പണി പണിയാൻ വണ്ടിക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്. വണ്ടിയുടെ ഇപ്പോൾ കേബിളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ബ്രേക്ക് ടൈറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെ നമുക്ക് കുറച്ച് ടൂൾസും കാര്യങ്ങളും ആവശ്യമുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ടൂൾസ് നമുക്ക് അത്യാവശ്യം വേണ്ട കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെ ഇന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്തിരുന്ന വീഡിയോ കാണണം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ഈ ഒരു ടൂൾസ് വെച്ച് നിങ്ങൾക്ക് ഇതിന്റെ പണിയും കാര്യങ്ങളൊന്നും അറിയില്ലെങ്കിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഫുൾ വീഡിയോസും കാര്യങ്ങളും ഞങ്ങളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ ഒക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുള്ളായിട്ട് പഠിക്കുകയൊക്കെ ചെയ്യാം. ഇത് പിന്നെ ഫുള്ളായിട്ട് നിങ്ങൾക്ക് ആവശ്യമൊന്നുമില്ല, ഇതിന്റെ കുറച്ച് ടൂൾസ് മാത്രമേ ആവശ്യമുള്ളൂ. ഇത് ബാക്കിയൊക്കെ വർക്ക്ഷോപ്പുകളിലും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനാണ്. ഞങ്ങൾക്ക് കുറച്ച് പണിയും കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ടൂൾസ് നിങ്ങളെ കാണിക്കാനായിട്ടും കൂടെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ടൂൾസും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസും കാര്യങ്ങളൊക്കെയാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതാണ് റാച്ചറ്റ്. ഇത് റാച്ചറ്റിന്റെ ബിറ്റും കാര്യങ്ങളാണ്, ഈ ബിറ്റും ബോക്സ് ആണ് ഇത് ഫുള്ളായിട്ട് ഇരിക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഇതിൻ്റെ അന്ന് ആ ഒരു ബിറ്റ് ഊരാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഊരിയെടുക്കാം. പിന്നെ വേറെ ബിറ്റ് മാറ്റി ഇട്ടാൽ മതി ഇതിൻ്റെ അകത്തേക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ബോക്സ് പാനറിനൊക്കെ വളരെ യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ്. യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതിന് റിട്ടേൺ മോഷനും കാര്യമൊക്കെ ഉണ്ട്, നമുക്ക് തിരിച്ച് കറങ്ങി വരും. അപ്പോൾ നമുക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. നമുക്കപ്പോൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായത് ഈ ഒരു ഡിസ്കിന്റെ ഈ ഒരു കാലിബറിന്റെ നട്ടാണ് നമ്മൾ അഴിക്കുക. ജസ്റ്റ് ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, ഇതിന് റിട്ടേൺ മോഷൻ ഉണ്ട്, അതുകൊണ്ട് തന്നെ വളരെ ഈസിയാണ് അഴിക്കാനൊക്കെ ആയിട്ട്. ഓക്കെ, നമുക്ക് ഇതിനൊരു ഓയിൽ ഡ്രെയിൻ ചെയ്യുന്ന നട്ടൊക്കെ ആണെങ്കിൽ തന്നെ 17 ഒരു നട്ട് മേടിച്ച് കഴിഞ്ഞാൽ ഇതിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഓയിൽ ഡ്രെയിൻ ചെയ്യാനൊക്കെ പറ്റും. ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കയറ്റി ഇടുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റാച്ചറ്റ് ചെറുതും വലുതും ഒക്കെ മേടിക്കാൻ കിട്ടും. അത് കഴിഞ്ഞ് ഇതിന്റെ ബിറ്റ് എല്ലാം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 80 രൂപ റേറ്റ് വരുന്നു. ഓരോ ബിറ്റിന് 80 രൂപ 60 രൂപ അങ്ങനെ ഓരോ സൈസ് അനുസരിച്ചാണ്. ഇതിപ്പോൾ 12 mm ആണ് ബിറ്റ്. നമുക്ക് 17 mm ഒരു ബിറ്റ് എന്തായാലും വേണം, കാരണം നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യാനൊക്കെ. ഓക്കെ, പിന്നെ നമുക്ക് ഒന്നെങ്കിൽ ഈ റാച്ചറ്റ് മേടിച്ചില്ലെങ്കിൽ തന്നെ ഇതിനൊരു പകരമായിട്ട് ലിവർ യൂസ് ചെയ്യാം അല്ലടാ. ഈ ബോക്സ് പാനറിന്റെ ലിവർ ആണ്. ഇത് നമുക്ക് ഇതുപോലെ മാറ്റിയിടാം. ഓക്കെ, ബിറ്റ് നമുക്ക് ഊരിയിട്ട് മാറ്റിയിടാം. ഈ ഒരു ലിവറിനും കാര്യങ്ങൾക്കും ഒരു 250 രൂപ റേറ്റ് വരുന്നുള്ളൂ. എന്നിട്ട് നമുക്ക് ഓരോ ബിറ്റ് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി. നമുക്കപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ട ഇതിനിടാൻ പറ്റുന്ന ബിറ്റുകളൊക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞു. നമുക്കിപ്പോൾ ഒരു 17 ബിറ്റാണ് മെയിൻ ആയിട്ട് വേണ്ടത്. കാരണം നമുക്ക് ആ ഓയിൽ ഡ്രെയിൻ ചെയ്യുമ്പോൾ അതിന്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ ഊരാണ്ട് 17 വേണം. പിന്നെ നമുക്ക് 10, 12, 14 ഏറ്റവും ആവശ്യങ്ങൾ കൂടുതൽ. ഓക്കെ, അപ്പം ഈ ഒരു കണക്കിലാണ് ബിറ്റ് ആണ്. അതായത് 17 mm ബിറ്റൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. ഇതിന്റെ അകത്താണെങ്കിൽ നമുക്ക് രണ്ട് സൈഡിലും മാറ്റി മാറ്റി ബിറ്റ് ഇടാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓയിൽ ഡ്രെയിൻ ചെയ്യണമെങ്കിൽ തന്നെ ഇവിടെ ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇട്ടിട്ട് അടിയിൽ നിന്ന് 17 ബിറ്റ് ഉപയോഗിച്ച് ജസ്റ്റ് ലൂസ് ചെയ്ത് കൊടുത്താൽ മതി. വളരെ സിമ്പിൾ ആണ് ഈ ഒരു ബിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമുക്ക് വണ്ടി അടിയിലൊക്കെ വെച്ച് ഊരാൻ കുറച്ചുകൂടി എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു ലിവർ മേടിച്ച് വെച്ചിട്ട് ആവശ്യമുള്ള ബിറ്റുകൾ പിന്നീടായിട്ട് മേടിച്ചാൽ മാത്രം മതി. ഓക്കെ, നമുക്ക് പിന്നെ അടുത്തായിട്ട് വേണ്ട ഒരു മെയിൻ ടൂളാണ് ഈ കാണുന്ന ഒരു സ്പാർക്ക് പ്ലഗ് കഴിക്കുന്ന ഒരു ടൂള്. അത് ഇപ്പോൾ എല്ലാ വണ്ടിയുടെ സീറ്റിന്റെ അടിയിൽ കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ബൈക്കിന്റെ ഒക്കെ ആണെങ്കിൽ ടൂൾ കിറ്റിന്റെ അകത്ത് തന്നെ എപ്പോഴും കാണുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ടൂൾ യൂസ് ചെയ്യുന്നതിന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു പ്ലഗ് ഊരുക, ഈ ടൂൾ എടുത്ത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കയറ്റി വെച്ചതിന് ശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ എല്ലാം എടുത്ത് ഇതിന്റെ ഹോൾ ഉണ്ട്, ഹോൾ ഇട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി. സിമ്പിളുള്ള പരിപാടിയാണ്. അതെ, ചില ടൂളിന് കുറച്ചുകൂടി നീട്ടം ഉണ്ടല്ലോ. ചില വേറെ വണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ഇങ്ങനെ സ്പാർക്ക് പുറത്തേക്ക് തള്ളിയിരിക്കില്ല. ചിലതാണ് ഞങ്ങൾക്ക് ഈ അകത്തോട്ട് കയറി ഇതിന്റെ അകത്തേക്ക് ഇറങ്ങിയിരിക്കുന്നത്. NS പോലുള്ള വണ്ടികളൊക്കെ അങ്ങനത്തെ വണ്ടിയുടെ ആണെങ്കിൽ കാണിച്ചു കൊടുക്കാം. ഈ ഒരു ടൈപ്പ് ഒക്കെ ആണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നൂരെടുക്കുക. ഇതിന്റെ അകത്തോട്ടാണ് കയറിയിരിക്കണേ. അത് ഇതുപോലെ തന്നെ അത് ഇടുക. ഇതുപോലെ അങ്ങോട്ട് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഊരി പോരാന്ന് പ്ലഗ് ഊരി എടുക്കാം നമുക്ക്. അപ്പൊ പ്ലഗൊക്കെ മാറാൻ ഭയങ്കര എളുപ്പമാണ്. ഇത് ഇതുപോലത്തെ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് മാറി എടുക്കാം. അടുത്തായിട്ട് വേണ്ട റിംഗ് സ്പാനറുകളാണ്. ഒന്ന് 18-ന്റെയും പിന്നെ 22-ന്റെയും 20-ന്റെയാണ് നമ്മൾ റിംഗ് സ്പാനർ ഇരിക്കുന്നത്. പിന്നെ നമുക്ക് ടയർ ഒന്ന് ഊരാനൊക്കെ ആയിട്ടും പിന്നെ നമ്മുടെ ചെയിൻ മുറുക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് വണ്ടി ടയർ ഊരണേന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാൻ കാണിച്ചു തരാം. ഈ ഒരു സൈഡിൽ നമുക്ക് ഇത് ടൈറ്റ് ചെയ്യാനും പിന്നെ ഊരാനായിട്ട് ഇവിടെ ഈ സ്ഥലത്ത് ഇടുക. പിന്നെ ഇപ്പുറ സൈഡിൽ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കടന്ന് കറങ്ങുകയും ചെയ്യാതിരിക്കാനാണ്. ഇവിടുത്തെ ബോൾട്ട് കടന്ന് കറങ്ങാതിരിക്കാനാണ് നമ്മൾ ഇവിടെ ഇടുന്നത്. അപ്പോൾ 2 റിംഗ് സ്പാനറുകളാണ്, 18-ന്റെ അതുപോലെ തന്നെ 22 mm. 22-ന്റെ വേണം. ഈ ഒരു റിംഗ് സ്പാനർ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ടയർ ഊരി എടുക്കാനും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്പാനർ അത്യാവശ്യമായിട്ട് വീട്ടിലുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എല്ലാവർക്കും തന്നെ. ചെയിൻ ടൈറ്റ് ചെയ്യാനോ വീട്ടിൽ വെച്ച് ടൈറ്റ് ചെയ്യാൻ ഈ സാധനം എപ്പോഴും ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ 2 റിംഗ് സ്പാനർ ഉണ്ട്. ഒന്ന് 12-ന്റെ ഉണ്ട്, പിന്നെ നമ്മുടെ ഇരിക്കുന്ന ഒരു 11-ന്റെയും 10-ന്റെയാണ് ഇരിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സീറ്റൊക്കെ അഴിച്ച് ചെയ്യുമ്പോൾ സീറ്റിൻ്റെ അകത്തുള്ള നെട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഊരാനും പിന്നെ വണ്ടിയുടെ സെൽഫ് മോട്ടർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്ക് അതിൻ്റെ ആ വയറും കാര്യങ്ങളൊക്കെ വന്നേക്കണം ഊരാനൊക്കെ ആയിട്ടാണ്. അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഇപ്പോൾ സെൽഫ് മോട്ടറിന് രണ്ട് ഇതാണ്. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഊരാനായിട്ട് ഈ ഒരു സ്പാനർ ഉപയോഗിക്കണേ.
അപ്പൊ നമുക്കിത് സാധാ സ്പാനറിനെക്കാൾ എപ്പോഴും നല്ല റിംഗ് സ്പാനർ ആണ്. കാരണം നട്ടിന്റെ ഒന്നും ത്രെഡും കാര്യങ്ങളും ഒന്നും തന്നെ പോകത്തില്ല. പിന്നെ നമുക്ക് വളരെ എളുപ്പമാണ് പിടിക്കാനൊക്കെ ആയിട്ട്. കാരണം ഊരി എടുക്കാനൊക്കെ ആയിട്ട് വളരെ സിമ്പിളാണ് ഇതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ. മറ്റേത് നമ്മുടെ കൈ ഒന്നും ഇടയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ പോരൊന്നുമില്ല. പിന്നെ ത്രെഡും പോകാൻ കൂടുതലും ചാൻസ് വരുന്ന ത്രെഡ് പോകണതാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഒരു ബ്രേക്കും അതുപോലെ തന്നെ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഒക്കെ ആയിട്ട് ഈ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഇവിടുത്തെ ഈ ബോൾട്ടും കാര്യങ്ങളൊക്കെ ടൈറ്റ് ചെയ്യാനായിട്ട് നമുക്ക് റിംഗ് സ്പാനർ യൂസ് ചെയ്യാം. ഉണ്ടല്ലോ, ഈ ഒരു റിംഗ് സ്പാനർ വെച്ച് നമുക്ക് ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് റിംഗ് സ്പാനറിൽ വേണ്ട ഒരു 8-ന്റെ 1 റിംഗ് സ്പാനറാണ്. ഇതൊക്കെ നമുക്ക് ആ ഒരു വണ്ടിയുടെ ഫ്ലൂയിഡൊക്കെ മാറുമ്പോൾ അതിൻ്റെ ആ ഡിസ്കിൻ്റെ അടുത്ത് ഊരാനൊക്കെ ആയിട്ടാണ്. അടുത്ത ആ ബോൾട്ട് ഊരാനും പിന്നെ അതിൻ്റെ ആ ഒരു എയറും കാര്യങ്ങളൊക്കെ കളയാനായിട്ടുള്ളൊരു റിംഗ് സ്പാനറാണ്. ജസ്റ്റ് യൂസ് ചെയ്ത് കാണിച്ചു കൊടുക്കാം അല്ലേ? ഈ ഒരു ഭാഗത്തെ ബോൾട്ട് ഊരിയിട്ടാണ് നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു ഓസ് പോലെ വെച്ചിട്ട് അതിൻ്റെ നമ്മൾ ആ ബ്രേക്ക് ഫ്ലൂയിഡ് കളയാനായിട്ടും പിന്നെ അതിൻ്റെ എയർ കളയാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറ്റുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് മാറ്റേണ്ടതെന്നൊക്കെ മനസ്സിലാവും. പിന്നെ നമുക്കൊണ്ടൊരു പ്ലെയർ ആണ്. ഇത് നമുക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് മെയിനായിട്ട് നമ്മൾ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ 2 രീതി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓയിൽ അളവ് ചെക്ക് ചെയ്യാനും പിന്നെ നമുക്ക് ഫുഡ് റെസ്റ്റിന്റെ അടിയിലുള്ള ആ ഒരു ചെറിയ കമ്പിയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലെയർ ആണ് അത്യാവശ്യം. പ്ലെയർ യൂസ് ചെയ്യാം. കണ്ടില്ല, നമുക്ക് ഈ ഒരു ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ഒരു പ്ലെയർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചെക്ക് ചെയ്യുന്ന സാധനം ഊരാൻ പറ്റും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സ്പ്രിങ്സും ഇതുണ്ടല്ലേ, ഇവിടെ വന്ന് ഇത് ജസ്റ്റ് കാണിച്ചു കൊടുക്കാം. ഇത് കണ്ടോ, ഈ ഒരു സ്പ്രിങ് കണ്ടല്ലേ, ഇതുപോലത്തെ സ്പ്രിങ് ഒക്കെ ഊരാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു പ്ലെയർ ഉണ്ട്. വളരെ എളുപ്പമാണ്. ജസ്റ്റ് അകത്താനും അതുപോലെ തന്നെ ഉരുടെടുക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഫുഡ് റെസ്റ്റിന്റെ കണ്ടോ, ഈ ഒരു ഫുഡ് റെസ്റ്റിന്റെ അകത്ത് തന്നെ അടി തന്നെ കമ്പി പിന്നെ ഉണ്ടല്ലേ, പിന്നെ ഈ പിന്നിങ്ങനെ ഓടിച്ച് നേരെയാക്കാനും വലിച്ചെടുക്കാനൊക്കെ ആയിട്ട് ഇതുപോലത്തെ ഒരു പ്ലെയർ അത്യാവശ്യമാണ്. എല്ലാവരും മറ്റേ വേറൊരു പ്ലെയർ ഉണ്ട് ഇവിടെ ഇച്ചിരി വീതി കൂടിയുള്ള, അതിനേക്കാളും കുറച്ചുകൂടി എപ്പോഴും ഉപകാരപ്പെടുന്ന ഇതുപോലത്തെയാണ്. അറ്റം കൂർത്തിരിക്കുന്ന പ്ലെയറുകളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് LK സെറ്റാണ് വരുന്നത്. LK സെറ്റിന്റെ അകത്താണ് നമുക്ക് എല്ലാ സൈസിലുള്ളത് കിട്ടും. ഇതിപ്പോ നമുക്ക് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ പുതിയ വണ്ടികളിലൊക്കെ വരുന്ന വണ്ടിയുടെ ബോഡിയും കാര്യങ്ങളും അതിലൊക്കെ വരുന്ന എല്ലാം LK സെറ്റാണ് വരുന്നത്. ഇപ്പൊ ഈ ഒരു NS അല്ലെങ്കിൽ നമുക്ക് ഒരു AS അങ്ങനെയുള്ള വണ്ടികളുടെ എല്ലാം കിറ്റുകൾ ഭൂരിഭാഗം വരുന്നത് LK സെറ്റും കാര്യങ്ങളാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊ ഈ ഒരു NSന്റെ നോക്കിയാൽ തന്നെ അറിയാം, ഇതിനകത്ത് വന്നേക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ നട്ടുകളും തന്നെ LK ആണ്. കണ്ടില്ലേ, ഇത് LK ആണ്. ഇതതെ ഫുള്ള് ഈ ഒരു വണ്ടിയുടെ കിറ്റ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ഊരാനായിട്ട് LK കാര്യങ്ങളാണ് വേണ്ടത്. കണ്ടോ, ഇതിങ്ങനെ നമുക്ക് ജസ്റ്റ് കയറ്റി ഇട്ടിട്ട് ഊരി എടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സെറ്റ് LK സെറ്റുകളും കാര്യങ്ങളും മേടിച്ച് വെക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. എല്ലാവർക്കും തന്നെ അത്യാവശ്യമായിട്ട് വേണ്ട സംഭവമാണ്. ഇനിയിപ്പോൾ തന്നെ വണ്ടികളുടെ ഫുൾ കിറ്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത് LK സെറ്റുകളാണ്. പിന്നെ 5ഉം അതുപോലെ തന്നെ 6ഉം ആ ഒരു LK ആണ് മെയിൻ ആയിട്ട് തന്നെ. LK നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം തന്നെ LK 5ഉം അതുപോലെ തന്നെ 6ഉമാണ്. അടുത്തായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ആണ്. പിന്നെ അല്ലെങ്കിൽ മൈനസിന്റെ, കാരണം സ്റ്റാറിന്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിക്കുന്നത് നമുക്കൊരു ബ്രേക്ക് ഫ്ലൂയിഡൊക്കെ മാറാൻ അതിന്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ ഊരാനായിട്ട് നമുക്ക് ഉപയോഗിക്കാനാണ് ഒരു സ്റ്റാറിന്റെ വേണം. പിന്നെ നമുക്ക് മൈനസ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞാൽ ഒരു കാർബേറ്ററിന്റെ ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളാണ് നമുക്ക് മൈനസ് ഉപയോഗിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അത്യാവശ്യം ബ്രേക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണമെങ്കിൽ തന്നെ വണ്ടിയുടെ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രൂ അഴിക്കാനൊക്കെ ആയിട്ട് ഒരു സ്റ്റാറിന്റെയും ഒരു മൈനസിന്റെയും സ്ക്രൂ ഡ്രൈവർ അത്യാവശ്യമാണ്. അടുത്തായിട്ട് 2 സ്പാനർ വേണം നമുക്ക്, ഒരു 12ന്റെയും 14ന്റെയും. കാരണം നമുക്കൊരു ആക്സിലേറ്ററിന്റെ അല്ലെങ്കിൽ നമുക്കൊരു ക്ലച്ചിന്റെ കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 ഒരേ സൈസിലുള്ള 2 സ്പാനറും കാര്യങ്ങളും ആവശ്യമാണ്. ഇത് റിംഗ് സ്പാനർ ഇട്ട് ചെയ്യാൻ പറ്റത്തില്ല, സ്പാനർ കയറില്ല. കാരണം നമുക്ക് ഇങ്ങനെ ഇട്ട് പിടിക്കാൻ പാടാണ്. ഇതിൽ കാണിച്ചു കൊടുത്തത് ഇതൊരു ക്ലച്ച് കേബിളാണ് വണ്ടിയുടെ വന്നേക്കണേ. അപ്പോൾ ആ ക്ലച്ച് കേബിളിന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ 2 സൈഡിൽ ഊരാനൊക്കെ ആയിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ജസ്റ്റ് ഒന്ന് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 സ്പാനർ വേണം. അതായത് 12ന്റെയും 14ന്റെയും. ഓക്കെ. പിന്നെ നമുക്ക് വേണ്ട 2 ടീ ആണ് വേണ്ടത്. അതായത് ഒത്തിരി അകത്തോട്ട് കയറിയിരിക്കുന്ന നട്ടുകളും കാര്യങ്ങളും ഒന്നും നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഊരിയെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ടീ സ്പാനർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ് അകത്തിരിക്കുന്ന നട്ടും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാനായിട്ട്. 10ന്റെയും 8ന്റെയും ആണ്. ഇതിപ്പോൾ നമുക്കൊരു വണ്ടിയുടെ സെൽഫ് മോട്ടറും കാര്യങ്ങളൊക്കെ എൻ്റെ അകത്തേക്ക് കയറിയിരിക്കണം. അപ്പോൾ നമുക്ക് സാധാ സ്പാനറോ അല്ലെങ്കിൽ നമുക്ക് റിംഗ് സ്പാനർ ഇട്ടൊന്നും പിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ടീ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം അകത്തേക്ക് നല്ല ലെങ്ത് ആയിട്ടുള്ള ഇടത്തേക്ക് ടൈറ്റ് ചെയ്യാനൊക്കെ കുറച്ചുകൂടി എളുപ്പമാണ്. അതായത് നെറ്റുകൾക്ക് എടുക്കാനായിട്ട് നമുക്ക് പറ്റും. കുറച്ചുകൂടി എളുപ്പമാണ് ഇതിനായിട്ട്. വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. പിന്നെ ഈ ഒരു ടീ സ്പാനർ ഒരെണ്ണത്തിന് ഒരു 140 രൂപ റേഞ്ച് പ്രൈസ് വരും. നല്ല റേറ്റുകളുണ്ട്, പോലെ ക്വാളിറ്റി അനുസരിച്ചാണ്. ഇത് അത്യാവശ്യം നല്ലത് മേടിക്കുവാണെങ്കിൽ പൊട്ടിപ്പോയിരിക്കും, ചിലതിന്റെ അറ്റമൊക്കെ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ട ഒരു അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു സ്പാനറാണ് ഇത്. നമുക്കൊരു 30 mm വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇതുപോലത്തെ ഒരു സ്പാനർ. ഇതിങ്ങനെ നമുക്ക് കറക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് ഒന്നെങ്കിൽ ടയർ ഊരാനോ അങ്ങനെ അത്യാവശ്യം വലിയ നട്ടൊക്കെ ഊരാനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മുടെ കയ്യിലൊരു റിംഗ് സ്പാനറോ കാര്യങ്ങളൊന്നും ഇല്ല വരുവാണെങ്കിൽ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ടയറൊക്കെ ഊരാനൊക്കെ ആയിട്ട് പറ്റും. ഇതിന്റെ വലുതും മേടിക്കാൻ കിട്ടും, ഇതിന്റെ ചെറുതും മേടിക്കാൻ കിട്ടും. നമുക്ക് ചെറുതൊക്കെ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ നെറ്റുകളും കാര്യങ്ങളൊക്കെ ഊരിയെടുക്കാൻ എളുപ്പമാണ്. ഒരു 350 രൂപ റേറ്റ് ഒക്കെ വരുന്നുള്ളൂ ഇതിന്റെ. ചിലത് എല്ലാത്തിനും ക്വാളിറ്റി അനുസരിച്ചാണ്, ഇതിന്റെ യൂസ് ചെയ്ത മെറ്റീരിയൽ അനുസരിച്ചാണ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്.
അതായത് ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യം വേണ്ട ടൂൾസുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഓരോ വണ്ടിയുടെയും ടൂൾസിന്, അതായത് ഓരോ വണ്ടിയുടെയും നട്ടും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉള്ളതുകൊണ്ട് ആ ഒരു നട്ടും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ടൂൾസും കാര്യങ്ങളൊക്കെ മേടിക്കുക. ഓക്കെ, അപ്പൊ അത്യാവശ്യമായിട്ട് ടൂൾസുകളും കാര്യങ്ങളൊക്കെ എന്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ടയർ മാറാനും പിന്നെ അതിൽ ചെയിൻ അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ നമ്മുടെ ആ ബ്രേക്ക് ഫ്ലൂയിഡും കാര്യങ്ങളൊക്കെ മാറ്റാനുള്ള ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഫുള്ളും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ അറിയില്ല, ഞങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാം. അതിൻ്റെ അകത്ത് ഞങ്ങൾ എല്ലാ വീഡിയോസും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു ബ്രേക്ക് ഫ്ലൂയിഡ് മാറുന്നതിനെ കുറിച്ചൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ഞങ്ങളുടെ ചാനൽ ഫുള്ളായിട്ടും ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ഥിരം പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നതിന് പറഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടന്റ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവർക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഉപകാരപ്പെട്ടോളും. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു തീപ്പൊരയായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.